GCC മേഖലയിൽ തുടരുന്ന പ്രതിസന്ധിക്ക് പരിഹാരമായി ഉപരോധം പിൻവലിച്ച നടപടി ഏറെ ശ്രദ്ധേയമാണ്. സൗദിയിലെ അൽ ഉലയിൽ നടക്കുന്ന GCC ഉച്ചകോടിയിൽ വീണ്ടും ഖത്തറും പങ്കാളികളാവുന്നു. വരും ദിനങ്ങൾ GCC രാജ്യങ്ങളുടെ വൻ പുരോഗതിക്ക് കാരണമാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഏവർക്കുമുള്ളത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ എല്ലാവരെയും സ്വീകരിക്കാനായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ എത്തിയിരുന്നു. ബഹ്റിൻ രാജാവിന് വേണ്ടി പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ രാജകുമാരൻ സൗദിയിലെ അൽ ഉലയിൽ നടക്കുന്ന 41ാമത് GCC ഉച്ചകോടിയിൽ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം GCC ഉച്ചകോടിയിൽ എത്തിച്ചേർന്നു. ഒമാൻ മന്ത്രിസഭ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഹമദ് ബിൻ മഹ്മൂദ് അൽ സയ്ദ് ഈ സമ്മേളനത്തിനായി സൗദിയിൽ എത്തി. ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനി നീണ്ട ഇടവേളയ്ക്ക് ശേഷം സൗദിയിൽ എത്തിച്ചേർന്നു. സൗദി കിരീടാവകാശി സൽമാൻ രാജകുമാരൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. കുവൈറ്റ് അമീർ നവാബ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ GCC ഉച്ചകോടിക്കായി എത്തിച്ചേർന്നു. GCC രാജ്യങ്ങളുടെ ഉപരോധം പരിഹരിക്കാനായി ഏറെ മുൻകൈയെടുത്ത രാജ്യമാണ് കുവൈറ്റ്. എല്ലാ ഉപരോധങ്ങളും അവസാനിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ ലക്ഷക്കണക്കിനായ മലയാളികളിലും ഏറെ പ്രതീക്ഷയാണ്. ന്യൂസ്, സൗദി അറേബ്യ.